ഹായ് ഓൾ, വെൽക്കം ടു ഐഷസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. തണ്ണിമത്തൻ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി. സാധാരണ നമ്മൾ പുഡിംഗൊക്കെ തയ്യാറാക്കുമ്പോൾ പാലോ തേങ്ങാപ്പാലോ ഒക്കെ ചേർക്കാറുണ്ടല്ലോ. പക്ഷേ ഈ റെസിപ്പിയിൽ പാലും തേങ്ങാപ്പാലും ഒന്നും ചേർക്കാത്ത ഒരു പുഡിംഗാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു 2-3 പീസ് ബീട്രൂട്ട് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വാട്ടർമെലൺ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചേരുവകൾ. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് തണ്ണിമത്തൻ വേണം. അത് ഇതുപോലെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു 4 കപ്പോളം എടുത്തിട്ടുണ്ട് തണ്ണിമത്തന്. പിന്നെ അതുപോലെ നല്ല പഴുത്ത തണ്ണിമത്തൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാക്സിമം പഴുത്ത് നല്ല റെഡ് കളറിലെ തണ്ണിമത്തൻ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബീട്രൂട്ട് ആണ്. അത് ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അധികം ആഡ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് വേണം, അല്ലെങ്കിൽ ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് 8 ഗ്രാമോളം ചൈന ഗ്രാസ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ തണ്ണിമത്തനിലും മധുരമുള്ളതല്ലേ, അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. അത് ഒരു 1/4 കപ്പിലും കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തണ്ണിമത്തൻ പുഡിങ്ങിൻ്റെ കളറ് കുറഞ്ഞു പോകും. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ള എള്ള് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വെളുത്ത എള്ള് അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തണ്ണിമത്തന് കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ കുരുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കാം. പിന്നെ ചെറുതൊക്കെ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ നമ്മൾ ഒഴിവാക്കിയാലും എങ്ങനെയെങ്കിലും കുരു പെടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും പറഞ്ഞ പോലെ തന്നെ അധികം ആഡ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മാക്സിമം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഏത് പാത്രത്തിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അരിപ്പയിലൂടെ അരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മറക്കരുതേ. കാരണം നമ്മൾ ബീട്രൂട്ടൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാലും അരയാതെ കിടക്കുന്നുണ്ടാവും. അപ്പം നമുക്കിത് ഒഴിവാക്കാം. ബാക്കിയുള്ളത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അത് കുക്ക് ചെയ്യാതെ നമ്മൾ പുഡിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മളിത് പുഡിങ്ങിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെക്കണം. ഞാൻ എപ്പോഴും പുഡിങ് തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചൈന ഗ്രാസും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് മെൽറ്റ് ചെയ്യാൻ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ഈ തണ്ണിമത്തനും ബീട്രൂട്ടും കൂടെയുള്ള മിക്സ്ചർ ചെറിയ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ആയിക്കോട്ടെ. അതുപോലെ ടൈം ഒട്ടും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ശ്രദ്ധിക്കും വേണം, രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മിക്സ്ചർ ഏകദേശം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് ഈ തണ്ണിമത്തൻ്റെ മിക്സ്ചറും നന്നായിട്ട് ചൂടായി വരണം. അതായത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, പക്ഷേ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പുഡിംഗ് മിക്സ്ചർ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്.
ഇനി ചൈന ഗ്രാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പം നമുക്കിതൊന്ന് അരിപ്പയിലൂടെ ചൈന ഗ്രാസ് മിക്സ്ചർ മെൽട്ടായത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് ഉടനെ തന്നെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചൈന ഗ്രാസ് കട്ടിയായി പോകും. അപ്പോൾ ചൈന ഗ്രാസ് മെൽട്ടായതും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പുഡിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് ആഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ട്രേയിലേക്കാണ്, ബേക്കിംഗ് ട്രേയിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി വരുന്നത് ഞാനൊരു സിൽക്കൻ മോൾഡ്സിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സിൽക്കൻ മോൾഡ്സിൽ നമ്മളിപ്പോൾ പുഡിംഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. തണുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും, ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിൽക്കൻ മോൾഡ്സിൽ കൂടുതലായിട്ടും പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ചിലർ എന്നോട് ചോദിച്ചിരുന്നു കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് സിൽക്കൻ മോൾഡ്സിൽ പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പെട്ടെന്ന് സെറ്റ് ആവുന്നത് കൊണ്ടല്ല, നമുക്ക് ഡീമോൾഡ് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ സിൽക്കൻ മോൾഡ്സിൽ വെക്കുമ്പോൾ നല്ലതാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഇനിയിപ്പോൾ സാധാരണ പുഡിംഗ് ട്രേയിൽ നമുക്ക് നന്നായിട്ട് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അത് സെറ്റായി കിട്ടുവാണെങ്കിൽ നന്നായിട്ട് ഡീമോൾഡ് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അത് സിൽക്കൻ മോൾഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടും ഒരു 4 മുതൽ 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളുടെ തണ്ണിമത്തൻ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതുപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഞാനതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്ത ഉള്ളതുകൊണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞാൻ പിസ്താഷ്യോസ് സ്ലൈസ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സിൽക്കൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പുഡിംഗ് ആയിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്തിരുന്നല്ലോ പുഡിങ്ങിൻ്റെ, അത് ഞാനിപ്പോൾ ആ ഒരു ഫ്ലവർ ഷേപ്പിലുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ എടുത്ത് കാണിച്ചു തരാം. സിൽക്കൻ മോൾഡ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും, നല്ല ഷേപ്പിൽ വരും ചെയ്യും. അപ്പം ഇനി നമ്മൾക്ക് ഈ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിതിൽ ഒട്ടും തന്നെ പാല് ചേർക്കാത്തതുകൊണ്ട് ചിലർക്ക് ഈ പാലിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് ഐസ്ക്രീമിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ട് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്